ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ടെക് എമിഗോസ് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നെറ്റ്ബീൻസിൽ എങ്ങനെ ഒരു ഫ്രെയിം ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. നെറ്റ്ബീൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ പറ്റുക. അതിൽ മേലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റഡ് ആയിട്ടിരിക്കുന്നിടത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് അല്ലെങ്കിൽ ആ ഫ്രെയിമിന് ഏത് പേരുമാണ് അത് കൊടുക്കാം. ഞാൻ ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്രെയിമിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും പേര് കാണാവുന്നതാണ്. ഇവിടെ താഴെ ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിൽ ജെ ഫ്രെയിം ഫോം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഫ്രെയിമിൻ്റെ പേര് അല്ലെങ്കിൽ ക്ലാസ് നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ആ ക്ലാസിൻ്റെ പേര് അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ പേര് ആയിട്ട് ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ ലോഗിൻ 1 എന്നാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഫിനിഷ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിന് സൈസൊക്കെ ആൾട്ടർനേറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ പാലറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഞാനൊരു ലേബൽ ഡ്രാഗ് ചെയ്തിട്ടാണ്. ലേബലിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ലേബലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലോഗിൻ ഫീൽഡ് ആയതുകൊണ്ട് ഇതിൽ യൂസർ നെയിം എന്ന് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ അതേപോലെ ഒരു ലേബൽ കൂടി വരും. അതിൽ ഞാൻ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് പാസ്വേഡ് എന്ന് ലേബൽ ചെയ്യാണ്. ഓക്കെ, ഇതേപോലെ പാലറ്റിൽ നിന്നും ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഡ്രാഗ് ചെയ്തിട്ടാണ്. യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെക്സ്റ്റ് ഫീൽഡും അതേപോലെ പാസ്വേഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പാസ്വേഡ് ഫീൽഡും പാലറ്റിൽ നിന്ന് ഡ്രാഗ് ചെയ്യണം. രണ്ടും ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിൽ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് മൊത്തമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് ഫീൽഡിലും അതേപോലെ. ഓക്കെ, ഇപ്പോൾ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ അതിന് ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസ് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഉബുണ്ടു 50 പ്ലെയിൻ എന്നാണ് കാണുന്നത്, അത് ഞാൻ ബോൾഡാക്കി ടെക്സ്റ്റ് സ്റ്റൈൽ ഒന്ന് മാറ്റുകയാണ്. ടെക്സ്റ്റ് സൈസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ പാസ്വേഡിനും അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇതേപോലെ ലേബലിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും പ്രോപ്പർട്ടീസിൽ പോകുമ്പോൾ. ഒരു കളർ സെലക്ട് ചെയ്തു, അപ്പോൾ അതിവിടെ അപ്ലൈഡ് ആയിട്ട് അതേപോലെ പാസ്വേഡിനും ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി പാലറ്റിൽ നിന്ന് ഒരു ബട്ടണും കൂടി ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ്.
ബട്ടൻ്റെ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുമായി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിം ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ.